ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്റെ മുഖത്തുണ്ടായ കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ എങ്ങനെയാണ് നാച്ചുറലി മാറ്റിയെടുത്തത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ ഒരു ക്രീംസോ അല്ലെങ്കിൽ കെമിക്കൽസോ യൂസ് ചെയ്യാണ്ട് നാച്ചുറലി തന്നെയാണ് കേട്ടോ അത്യാവശ്യം ഒന്ന് ഫെയ്ഡ് ആക്കി എടുത്തത്. അപ്പൊ ആ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോണത്. സോ അപ്പൊ വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എന്റെ പേര് തൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും വ്ളോഗൊക്കെയാണ് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് വരും. എന്റെ ഫേസിലാണെങ്കിലുണ്ടല്ലോ, ടീനേജ് ടൈമിൽ നമുക്കറിയാം ഓൾറെഡി നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് നോർമലി എല്ലാവർക്കും പിമ്പിൾസ് വരുന്ന ഒരു ടൈമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് നന്നായിട്ട് പിമ്പിൾസ് ഉള്ള സമയത്ത് വന്ന ആ കുഞ്ഞു കുഞ്ഞു പാടുകൾ, ആ പിമ്പിൾസിന്റെ മാർക്സ് ആണ് കൂടുതലായിട്ട് എന്റെ ഫേസിൽ. പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ ആയിരുന്നു എന്റെ ഫേസിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് പോകാനായിട്ട് ഞാൻ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസ് ആയിട്ടുള്ള ക്രീംസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് പറയാനായിട്ട് ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാല് ധാത്രിയുടെ ഒരു ഫേസ് സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് 10th പ്ലസ് 2 ആ ഒരു ടൈമിലാണ് കേട്ടോ ആകെ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട്. വേറെ ഒരു തരത്തിലുള്ള എന്താണ് ക്രീംസ് ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ പാക്കും ഇത് മാത്രമല്ല, ഒത്തിരി പാക്സ് ഒക്കെ ചെയ്തിട്ടാണ്, ഈ DIY ആയിട്ടുള്ള പാക്കും ഫേസ് പാക്കൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പൊ എന്റെ ഫേസ് കുറച്ചും കൂടി ഒന്ന് ഒരു ഇംപ്രൂവ് ആക്കി എടുത്തത് കേട്ടോ. ഇതിലും കുറച്ച് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടും ഭയങ്കര പാച്ചസ് ഒക്കെ ആയിട്ട് ഇരിക്കണമായിരുന്നു. ഇപ്പൊ അത്യാവശ്യം ഒന്ന് അതെല്ലാം ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് ഫേസിൽ. അപ്പൊ ഇതെല്ലാം ഈ ഒരു റെമഡീസും DIY ആയിട്ടുള്ള പാക്കൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ അതില് ഒന്നാണ് ഞാൻ ഈ പറയണ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടോ, എന്റെ ഫേസിലുള്ള ആ ഒരു ഡാർക്ക് സ്പോട്ട് ഒക്കെ നന്നായിട്ട് മാറാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ആലോവേര ജെല്ലാണ് കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ ഓർഗാനിക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തത് കേട്ടോ. ഇത് വോവിന്റെ ഒരു ആലോവേര ജെല്ലാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഓർഗാനിക് ആയിട്ടുള്ള ആലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കട്ടെ കുറച്ചും കൂടി നല്ലത്, നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ അത് എടുക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു മഞ്ഞ പോലത്തെ ഒരു കറ സംഭവം ഉണ്ടാവില്ല, നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മഞ്ഞ കറ അത് നന്നായിട്ട് റിമൂവ് ചെയ്യുക. അതല്ലെങ്കിൽ ഫേസ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു ജെല്ല് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാല് വെരി എഫക്റ്റീവ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തോന്നുന്നു നന്നായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള ആലോവേര ജെല്ലാണ് യൂസ് ചെയ്തത്. നല്ല എഫക്റ്റീവ് ആണ്. നമുക്ക് ഒരു 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫേസിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഡാർക്ക് സ്പോട്ട് ഒക്കെ നന്നായിട്ട് തന്നെ ഫെയ്ഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് ഇപ്പൊ ഓർഗാനിക് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിന്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഫേസ് ഫുള്ളും നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ആലോവേര ജെല്ല് കിട്ടണമെങ്കിൽ അത് എടുക്കുന്നതായിരിക്കട്ടെ നല്ലത്. ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. ഞാൻ കൂടുതലായിട്ടും ആ ഓർഗാനിക് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പറയണത്. നിങ്ങൾക്കും ആ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ളത് എടുക്കാം കേട്ടോ. ഇത് നമ്മൾ നൈറ്റിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. നൈറ്റിൽ നമുക്കൊരു നൈറ്റ് ക്രീം പോലെയൊക്കെ നമുക്ക് ഇത് ഫുൾ ഫേസിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുഖത്ത് ഭയങ്കര കറുത്ത പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ഒന്ന് സർക്കുലർ മോഷനിലൊന്ന് ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പൊ മസാജ് ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഇങ്ങനെ തൂങ്ങൂലേ, അങ്ങനെ ആവും. അത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ ഓരോ വീഡിയോയിലും ഇത് എടുത്തെടുത്ത് പറയാൻ കാരണം കേട്ടോ. അപ്പൊ ഇത് നമുക്കൊരു നൈറ്റ് ക്രീം പോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അറിയിക്കണം, നല്ല എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാൻ അതിൽ 100% നിങ്ങൾക്ക് ഉറപ്പ്. ഇപ്പോഴത്തെ കറുത്ത പാട് പോകാൻ മാത്രമല്ല കേട്ടോ, ഫേസ് നല്ല ഗ്ലോ ആയിട്ടും നല്ല ബ്രൈറ്റ് ആവാനായിട്ടും പിന്നെ
ഒരു യങ് ലുക്ക് ആയിട്ട് ഇരിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നന്നായിട്ട് മോയ്സ്ചറൈസും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ടും ഈ ഒരു ജെല്ല് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ടും അറിയിക്കണം. സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.